ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഇറക്കാൻ പോണത് ലിലിയൻ തുറാമിൻ്റെ പാക്കാണ്. ലിലിയൻ തുറാമിൻ്റെ ഒരു പുതിയ പാക്ക് നിങ്ങളിതാ. ലിലിയൻ തുറാം, ആൻഡ്രിയ പിർലോ, റിക്കാർഡോ ഫെറി ഇവരൊക്കെ വരുന്നൊരു പാക്കാണ്. അപ്പോൾ നമ്മളിതാണ് കറക്കാൻ പോണത്. ഇത് കറക്കാൻ ഞാൻ കുറേ സേവ് ചെയ്ത്, ഇതൊക്കെ നമ്മളെ അടുത്ത് 895 കാർഡുണ്ട്. അത് ഫുള്ള് ഞാൻ സേവ് ചെയ്തതാണ് ഗൈസ്. നല്ലൊരു അടിപൊളി കാർഡാട്ടോ കാണിച്ചതാണെങ്കിൽ ഗൈസ്. കണ്ട ലിലിയൻ തുറാമിൻ്റെ വെറും 29 ഏജുള്ള നല്ലൊരു ഡിഫൻസീവ് ഫുൾ ബാക്കാണ്. അതെന്ന് വെച്ചാൽ ഡിഫൻസീവ് ഫുൾ ബാക്ക് എന്താ വെച്ചാൽ സാധാരണ റൈറ്റ് ബാക്കോ ലെഫ്റ്റ് ബാക്കൊക്കെ ഫോർവേഡ് പോയി കളിക്കില്ലേ, പക്ഷേ ഇത് അവിടെ തന്നെ നിന്ന് കളിക്കും. അപ്പോൾ നമ്മുടെ ഡിഫൻസ് കുറച്ചും കൂടി സ്ട്രോങ് ആവും. പിന്നെ നമുക്ക് ആൻഡ്രിയ പിർലോ ഉണ്ട്. ആൻഡ്രിയ പിർലോനെ പറ്റി നമുക്കറിയാമല്ലോ, ഒരു ബെസ്റ്റ് കാർഡാണ്. പിന്നെ റിക്കാർഡോ ഫെറി, ഇതൊരു പുതിയ കാർഡാണ്. ഇത് നല്ല കാർഡ് തന്നെയാണ്, നല്ല കാർഡാണെന്ന് കേൾക്കണത്. അപ്പോൾ നമുക്ക് കറക്കി വെക്കാം. അപ്പോൾ 895 കാർഡ് അല്ല 895 കോയിനേ ഉള്ളൂ. ഇതൊക്കെ സേവ് ചെയ്തതാണ്, അതുകൊണ്ടാണ് അത്ര ഉള്ളൂ. 895 അല്ല, അതിനേക്കാളുണ്ട്. 1000 കോയിനുണ്ട്. അതിട്ട് നമ്മൾ കറക്കും. കൊനാമി നല്ലവനായിട്ട് നമുക്ക് തരില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പോവും. അതാണ് നടക്കാൻ പോണത്. നോക്കി നോക്കാം. അപ്പോൾ കറക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ന്യൂബ് പ്ലേസിന് ഇടുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെ നല്ല പ്ലേസിനെ മാറ്റി എന്ത് ചെയ്യുക, ന്യൂബ് പ്ലേസിന് ഇടുക. അപ്പോൾ കൊനാമി വിചാരിക്കും, ഓ ന്യൂബ് പ്ലെയറാണ്, അപ്പോൾ ഒരു നല്ല കാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ അവൻ പിന്നെ ഈ ഗെയിം കളിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ന്യൂബ് പ്ലെയറാണ് ഇങ്ങനെ വെക്കുകയാണ്. പിന്നെ ഇവനും വെക്കാം. പിന്നെ ഇവന് വേണ്ടിയിട്ട് ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒക്കെ മിക്സ് ആക്കുക, പവർ കുറക്കുക. അപ്പോൾ കൊനാമി വിചാരിക്കും നല്ല ന്യൂബാണ് ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു കാർഡ് തരണേക്കാരം. കൊനാമിൻ്റെ കാര്യമുണ്ട്, പിന്നെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ പാക്ക് എടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ആരെ എടുക്കേണ്ടത് വെച്ചാൽ ഇതിൽ 3 ആരെ കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വേണ്ടത് ലിലിയൻ തുറാമിനെയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇതിൽ തന്നെ നിൽക്കുക. നമുക്ക് ആവശ്യമില്ലാത്തതിൽ നിൽക്കുക. അപ്പോൾ കൊനാമി എന്ത് ചെയ്യും, ആവശ്യമില്ലാത്ത തന്നെ തരും. അതന്നെ ലക്കുണ്ടെങ്കിലേ തരുള്ളൂ. ബട്ട് ഇതിൽ നിൽക്കുമ്പോൾ റിക്കാർഡോ ഫെറിനെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, കൊനാമി വിചാരിക്കും നമ്മൾ റിക്കാർഡോ ഫെറിനാണ് വേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് അത് തരാൻ ചാൻസ് ഉണ്ട്. നോക്കിക്കൊണ്ടേയിരിക്കാം. കുറേ വട്ടം നോക്കിയിട്ട് നമുക്ക് ലിലിയൻ തുറാമിന് ഒരു വട്ടം നിൽക്കാം. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, കുറേ വട്ടം ചെയ്യണം. ഇനി ലിലിയൻ തുറാമിനെ നിൽക്കുക, റൊട്ടേറ്റ് ചെയ്യാം. ഇത് 3 സൂപ്പർ കാർഡാണ്. ഏത് ഇട്ടാലും നമുക്ക് വെർത്താണ്. 1000 ഉള്ളൂ, അതുകൊണ്ട് ചാൻസ് ഉണ്ടോ അറിയില്ല. ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും. ഫസ്റ്റ് നമ്മൾ 100 കൊടുക്കും, പിന്നെ 900 കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കിട്ടിയാൽ മതിയെന്ന്. ഇനി നമ്മൾ അടുത്ത കാർഡ് പോയിട്ട് ക്യാൻസൽ. ഓക്കെ, ഇനി വേറെ കാർഡ് പോയിട്ട് വീണ്ടും ക്യാൻസൽ അടിക്കാം. ഓക്കെ, ഇനി നമ്മൾ മെയിനായിട്ട് വരാം. ക്യാൻസൽ. തന്നാൽ മതിയായിരുന്നു. 100 കൊടുത്തുക്കണ്, കിട്ടുമോ? സൂപ്പർ പ്ലെയറിന് തന്നെ കിട്ടി. കളയട്ടെ. ഇനി നമ്മൾ 900 കൊടുക്കാൻ പോവാണ്. ലിലിയൻ തുറാമിന് കിട്ടിയത് സൂപ്പർ ആവായിരുന്നു, കിട്ടിയാൽ മതിയായിരുന്നു. പ്രതീക്ഷ ഉണ്ടോ ചോദിച്ചാൽ പ്രതീക്ഷ നല്ല കുറവാണ്.
കാരണം സാധാരണ നമുക്ക് കൊനാമി ഒന്നും തരില്ല. എനിക്ക് ഇതുവരെയായിട്ട് ഒറ്റ ഒരു എപ്പിക്ക് കിട്ടിയിരുന്നു, ബട്ട് ടോപ്പ് കാർഡ് കിട്ടിയില്ല. ഒരു പാക്കത്തെ ബെസ്റ്റ് കാർഡ് എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളത് മാറ്റണമെന്നാണ്. പ്ലീസ് കൊനാമി. ഓക്കെ ഗൈസ്, കൊടുത്തിരിക്കുന്നത് 900 കിട്ടുമോ? ആ 900 പോയി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.